ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫൈലം മൊളസ്കയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് വരുന്ന മെമ്പേഴ്സിന്റെ ഒരു ജനറൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ. ട്രിപ്ലോബാസിക് എന്ന് പറയുമ്പോൾ അറിയാലോ, ബോഡി ലേസ് 3 എക്ടോഡവും എൻഡോഡവും മീസോഡവും. അതേപോലെ നമുക്ക് ഇവരുടെ ബോഡി ഉണ്ടോ, സോഫ്റ്റ് ബോഡിയിലായിട്ടുള്ള ആനിമൽസ് ആണ്, അൺസെഗ്മെന്റഡ് ആണ്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെട്രി എങ്ങനെയാണ്, ബൈലാറ്ററൽ സിമെട്രി ആണ്. എന്നാൽ അസിമെട്രിക് ഫോമും ഉണ്ട്. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ് കിട്ടുന്നത് ബൈലാറ്ററൽ സിമെട്രി. പിന്നെ ഇവർ സീലോം ഉള്ളവരാണ്, ട്രൂ സീലോം ഉള്ളവരാണ്. അതുകൊണ്ട് സീലോമേറ്റ് ആനിമൽസ് ആണ് നമുക്ക് പറയാം. പിന്നെ ഇത് എടുത്ത് പറയേണ്ട ഒരു അതിന്റെ ഒരു ഫീച്ചറാണ് മാൻഡിൽ. ഒരു ഫ്ലഷി മാൻഡിൽ ഉണ്ട്. മാൻഡിൽ ഞാൻ ജസ്റ്റ് ഈ പിക്ചറിൽ കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ ആ ഗ്രീൻ കളറിൽ കാണുന്ന ഒരു ലെയർ കണ്ടോ, ഒരു ഫ്ലഷി ടിഷ്യൂ കവറിങ് ആണ്. അത് എന്തിനെ കവർ ചെയ്യുന്ന അറിയാമോ? ഈ വിസറൽ ടിഷ്യൂസ്, ഇന്റേണൽ ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഡോസലിയും ലാറ്ററലിയും ഉള്ള ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് പൊതിഞ്ഞ് വരുന്ന ഒരു ഫ്ലഷ്യൂ ആയിട്ടുള്ള ഒരു ടിഷ്യൂ കവറിങ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാൻഡിൽ. ആ മാൻഡിൽ ഈ ഫൈലം മൊളസ്കയിൽ ഉണ്ട്. ഇറ്റ് എൻവലപ്സ് വിസറ. വിസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഇന്റേണൽ ഓർഗൻസ് ആണ്. ഇനി ബോഡി ജനറലി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ഷെല്ല് കാണും. ഈ ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്നത് മാൻഡിലാണ്. പിന്നെന്താ, വെൻട്രൽ സൈഡിൽ ഇതിനൊരു ഫൂട്ട് ഉണ്ട്. കണ്ടോ, ഫൂട്ട് ഈ പോർഷൻ ആണേ, മൂവ്മെന്റിനും ഒക്കെ ആയിട്ടുള്ള ഒരു ഫൂട്ട് ഉണ്ട്. പിന്നെ ഈ ഫൈലത്തിൽ വരുന്നത് കൂടുതലും സ്ലഗ്സ്, സ്നെയിൽസ്, ക്ലാംസ്, ഓയിസ്റ്റേഴ്സ്, സ്ക്വിഡ്സ്, ഒക്ടോപ്പസ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാം. ഓർഗാനിസം സ്ലഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഇതിന് നമ്മൾ വീണ്ടും മുറ്റത്തൊക്കെ പലപ്പോഴും കണ്ടിട്ടില്ലേ, മതിലിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു മ്യൂക്കസ് ഒക്കെ സെക്രീറ്റ് ചെയ്ത് അതിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. സോഫ്റ്റ് ബോഡിയിലായിട്ടുള്ള സ്ലഗ്സ് വരുന്നുണ്ട്. സ്നെയിലിനെ നമുക്ക് ഒത്തിരി വലിയൊരു ഷെല്ലും അതിനെക്കാട്ടി വലിയൊരു ഷെല്ലും ഒക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഓർഗാനിസം. ക്ലാംസ് നമ്മുടെ കക്ക, പിന്നെ ഓയിസ്റ്റേഴ്സ് മുത്തുച്ചിപ്പി ഉണ്ടാക്കുന്ന, ദെൻ സ്ക്വിഡ് കണവ, ദെൻ ഒക്ടോപ്പസ് വലിയ ആൾക്കാർ, വലിയ ഭീമാകാരന്മാർ വരെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇതിന്റെ അബണ്ടൻസ് നോക്കുവാണെങ്കിൽ ലിവിങ് സ്പീഷീസ് ഏകദേശം ഒരു 1 lakh ഓളം ഉണ്ട്. ഫോസിൽ സ്പീഷീസ് എക്സിന്റ് ആയിട്ടുള്ളത് ഒരു 35,000 വരുന്നുണ്ട്. അപ്പോൾ ആർത്രോപോഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു ഫൈലം എന്ന് പറയുന്നത് ഈ ഫൈലം മൊളസ്കയാണ്. ഇനി 2 ടേംസ് ആണ്. മാലക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡിയാണ്. സ്റ്റഡി ഓഫ് മൊളസ്കയെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് മാലക്കോളജി, അല്ലെ, മാലക്കോളജി. ഇനി കോങ്കോളജി എന്ന് പറയുമ്പോൾ, ഓങ്കോളജി അല്ല, കോങ്കോളജി എന്ന് പറയുമ്പോൾ മൊളസ്കിന്റെ ഷെല്ലിനെ കുറിച്ച്, കണ്ടോ, ഷെല്ലിനെ കുറിച്ച് പഠിക്കുന്നതാണ് കോങ്കോളജി. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം. ഹാബിറ്റാറ്റ് ദേ ആർ മെറൈൻ ആണ്, ഫ്രഷ് വാട്ടേഴ്സും ഉണ്ട്, ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പം മെറൈൻ ഫോംസ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, ടെറസ്ട്രിയൽ ഫോംസും ഉണ്ട്. ഇതിന്റെ ബോഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബൈലാറ്ററൽ സിമെട്രി ആണ്, അസിമെട്രിക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ബോഡി സോഫ്റ്റ്, ഫ്ലഷി, അൺസെഗ്മെന്റഡ്. ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ കണ്ടു. ഇനി ബോഡി നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഹെഡ്, വിസറൽ മാസ്, ഫൂട്ട്. വിസറൽ മാസ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വരുന്നത്, പിന്നെ ഫൂട്ട്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ വിസറൽ മാസ് എന്താന്ന് നോക്കിയോ. വിസറൽ മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റേണൽ ഓർഗൻസ് എല്ലാം കൂടെ ഉള്ള ഹൈലി കോയിൽഡ് ആയിട്ടുള്ള നമുക്ക് ഇവിടെ കാണാം, ഉണ്ടോ, വിസറൽ മാസ്. ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ് ആണ്. സ്പൈറലി കോയിൽഡ് മാസ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂ. അതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട്? ഡൈജസ്റ്റീവ് ഓർഗൻസ് വരുന്നുണ്ട്, എക്സ്ക്രീറ്റീവ് ഓർഗൻസ് വരുന്നുണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഇതെല്ലാം കൂടെ ചേർന്ന് കോയിൽഡ് ആയിട്ടുള്ള മാസിനെയാണ്, സോഫ്റ്റ് മാസിനെയാണ് വിസറൽ മാസ് എന്ന് പറയുന്നത്. ഇനി ഹെഡ് എന്ന് പറയുമ്പോൾ ആന്റീരിയർ ഫ്ലഷി പാർട്ടാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? മൗത്ത് ഉണ്ട്, ഐസ് ഉണ്ട്, ടെൻഡക്കിൾസ് ഉണ്ട്. ടെൻഡക്കിൾസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെയാണ് കേട്ടോ. ഇനി വിസറൽ മാസ് അതിനെ കവർ ചെയ്തുകൊണ്ട് മാൻഡിലും കാണാൻ പറ്റും. ഓക്കെ,
ആ മാൻഡിലിന് വേറൊരു പേരുണ്ട്, ശ്രദ്ധിച്ചോ? പാലിയം എന്ന് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലായിക്കോണം മാൻഡിൽ തന്നെയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോസൽ സൈഡിലും, ഇപ്പോൾ ഓർഗാനിസത്തിന്റെ ഡോസൽ സൈഡിലും അതിന്റെ ലാറ്ററൽ സൈഡിലുമായിട്ടുള്ള ഒരു മസ്കുലാർ ഫോൾഡ് ആണ് ബോഡി വാളിന്റെ. കണ്ടോ? ബോഡി വാളിന്റെ ഒരു മസ്കുലാർ ഫോൾഡ് ആണ് ഈ മാൻഡിൽ അല്ലെ പാലിയോ എന്ന് പറയുന്നത്. അങ്ങനെ മടങ്ങിയിട്ട് ഇത് എന്തിനെ കവർ ചെയ്ത് വരും? വിസറൽ മാസിനെ ഡോസൽ സൈഡിൽ നിന്നും ലാറ്ററൽ സൈഡിലും കവർ ചെയ്ത് റാപ്പ് ചെയ്തിട്ടാണ് ഈ മാൻഡിൽ അല്ലെങ്കിൽ പാലിയം ഇരിക്കുന്നത്. ഓക്കെ. ഇനി ഈ മാൻഡിലിന്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. മീൻസ് മാൻഡില് നമ്മുടെ വിസറയെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വിസറയുടെ മാൻഡിലിന്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. അതിനെ മാൻഡിൽ ക്യാവിറ്റി അല്ലെങ്കിൽ പാലിയൽ ക്യാവിറ്റി എന്ന് പറയാം. അപ്പം ഇനി ഹെഡിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കി, മൗത്ത്, ഐസ്, ടെൻഡക്കിൾസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹെഡിൽ കാണാൻ പറ്റും. ഫൂട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഫൂട്ട് പോയി കഴിഞ്ഞാൽ വെൻട്രൽ ആണ്, തിക്ക് ആൻഡ് മസ്കുലർ ആണ്, അത് ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്. അപ്പം ഈ ഫൂട്ട് വേരിയസ് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം ആ ഓർഗാനിസം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ക്രീപ്പ് ചെയ്തിട്ടാണോ, ബോറോ ചെയ്തിട്ടാണോ, അതോ സ്വിം ചെയ്യുന്നതാണോ? അതനുസരിച്ച് ഓരോരോ ഓർഗാനിസത്തിൽ അതിന് ഡിഫറെന്റ് മോഡിഫിക്കേഷൻസും ഉണ്ട്. ഇനി കാൽക്കേരിയസ് ഷെല്ലിന്റെ കാര്യം. ചില മെമ്പേഴ്സിൽ ഒരു കാൽക്കേരിയസ് ഷെല്ലുണ്ട് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സെക്രീറ്റ് ചെയ്യുന്നത് മാൻഡിലാണ്. അപ്പം ആ ഷെല്ല് എന്ന് പറയുന്നത് ഇന്റേണലും ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണലും ആകാം. ഇന്റേണലി ആയിട്ട് ഷെല്ലുള്ളവരുണ്ട്, എക്സ്റ്റേണലി ആയിട്ടുള്ള ഷെല്ലുള്ളവരുണ്ട്. എന്നാൽ ചിലവരിൽ ഷെല്ല് കാണത്തതും ഇല്ല. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരാം. ഡൈജസ്റ്റീവ് സിസ്റ്റം ബെൻഡ് ചെയ്ത് ആണെന്ന് നമ്മൾ കണ്ടില്ലായിരുന്നോ? അതുകൊണ്ട് നമുക്ക് യു ഷേപ്ഡ് ആണെന്ന് മനസ്സിലാക്കണം അവിടെ. ഇനി ബക്കൽ ക്യാവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു റാസ്പിംഗ് വെച്ചുകഴിഞ്ഞാൽ ചൂ ചെയ്യാൻ നമുക്ക് പല്ലുള്ളത് ഉണക്ക് ഇതിന്റെ ഒരു ടങ് ഉണക്കുള്ള സ്ട്രക്ചറാണ്. അതിൽ പക്ഷേങ്കിൽ എന്തുണ്ട്? ടീത്ത് ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? റാഡുല എന്ന് പറയാം. ഉണ്ടോ? ഇത് ബൈവാൽസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും ഉണ്ട്. അപ്പം ഈ റാഡുല ഒരു സാക്കിന്റെ ഉള്ളിലാട്ടിരിക്കുന്നത്. ആ സാക്കിന്റെ പേരാണ് റാഡുല സാക്ക്. അപ്പം ഇതിന് ബക്കൽ ക്യാവിറ്റിയിലെ ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നോട്ടബിൾ സ്ട്രക്ചറാണ് റാഡുല എന്ന് പറയുന്നത്. റാസ്പിംഗ് ഓർഗൻ ആണ്. ടൂത്ത് ഉണ്ട്, അതിനകത്ത് പല്ലൊക്കെ ഉണ്ട്. ഇത് റാഡുലർ സാക്കിനകത്താണ് ഇരിക്കുന്നത്. റാഡുലർ സാക്കിൽ റാഡുല ബക്കൽ ക്യാവിറ്റിയിലായിട്ട് കാണപ്പെടും. അല്ലേ? ഇല്ല കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അത് തന്നെ. അപ്പം ഇനി സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് പോകാം. സർക്കുലേറ്ററി സിസ്റ്റം ഇറ്റ് ഈസ് ഓപ്പൺ ടൈപ്പ് ആണ്. ഓപ്പൺ ടൈപ്പ് എക്സെപ്റ്റ് ഇൻ സിഫാലോപോഡ്സ് ഒഴിച്ചിട്ട് നമ്മൾ ഇനി കാണും ഇതിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ്. അപ്പൊ മൊളസ്കയുടെ ഒരു ക്ലാസ് ആണ് സിഫാലോപോഡ്സ് എന്ന് പറയുന്നത്. അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഇനി ഒരു ഡോസൽ ഹേർട്ട് ഉണ്ടാവും അല്ലേ? ഹാർട്ടിന് 1 or 2 ഓറിക്കിൾസും ഉണ്ടാവും, ഒരു വെൻട്രിക്കിളും. കണ്ടോ? 1 or 2 ഓറിക്കിൾസ് ആൻഡ് 1 വെൻട്രിക്കിൾ ആയിരിക്കും കാണുക. റെസ്പിറേഷൻ എങ്ങനെയാണ്? ടിനീഡിയ ഗിൽസ് ഉപയോഗിച്ചിട്ടാണ്, ഗിൽസിൽ വഴിയാണ് അത് റെസ്പയർ ചെയ്യുന്നത്. എന്നാൽ ചില മെമ്പേഴ്സിനകത്ത് പൾമണറി സാക്സ് അല്ലെങ്കിൽ ലങ്സും കാണും. ഇനി എക്സ്ക്രീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സ്ക്രീറ്റീവ് ഓർഗൻ നെഫ്രീഡിയ ആണ് അല്ലേ? അനലിഡ്സിലും നമ്മൾ കണ്ടില്ലായിരുന്നു നെഫ്രീഡിയ ആയിരുന്നു. ഇവിടെ നെഫ്രീഡിയ തന്നെ. സീലോമിനകത്ത് ബ്ലഡ്, കാരണം നമ്മൾ പറഞ്ഞില്ലേ ഓപ്പൺ ടൈപ്പ് ആണ് സർക്കുലേറ്ററി സിസ്റ്റം. അതുകൊണ്ട് ഹീമോസീൽ ബ്ലഡ് ഉള്ളത് കൊണ്ട് അതിനെ ഹീമോസീൽ എന്ന് പറയും. ട്രൂ സീലം ഈസ് ഹൈലി റെഡ്യൂസ്ഡ്. ട്രൂ സീലം ഇവിടെ ഹൈലി റെഡ്യൂസ്ഡ് ആണ്. അപ്പം അതിൽ മനസ്സിലായിക്കണം ആ സീലോമിക് സ്പേസിൽ വേറെ ചില സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ വരുന്നുണ്ടായിരിക്കും ആ ട്രൂ സീലം ഹൈലി റെഡ്യൂസ്ഡ് ആവുന്നത്. നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് കൺസിസ്റ്റ് ഓഫ് പെയേഡ്. ശ്രദ്ധിച്ചോ, പെയേഡ്, സെറിബ്രൽ, പ്ലൂറൽ, പെഡൽ, വിസറൽ ഗാംഗ്ലിയ. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് കമ്മീഷേഴ്സും കണക്റ്റീവ്സും. അതായത് എന്താണ് പെയേഡ് ഉണ്ടോ? പെയേഡ് ഗാംഗ്ലിയ ആണ്. ഗാംഗ്ലിയ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് നെർവ് സെൽസ് ആയിരിക്കുമല്ലോ. അപ്പം എന്താണ് ബോഡിയുടെ ഒരേ സൈഡിലെ ഗാംഗ്ലിയോസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്തെന്നറിയാമോ? കമ്മീഷേഴ്സ്.
ഇനി ഇങ്ങനെ ഇതെല്ലാം കമ്മീഷേഴ്സ് കാണും. അതേ കണക്ക് ഗാംഗ്ലിയാസ് ഓൺ എയ്തർ സൈഡ് ഓഫ് അല്ലെ, ഒരു പെയർ എടുക്കുന്നതിൽ ഈ സൈഡിലെയും ഈ സൈഡിലെയും ഗാംഗ്ലിയ, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കണക്റ്റീവ്സ് എന്ന് പറയും. ഇനി ഗാംഗ്ലിയാസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? സെറിബ്രൽ മീൻസ് ഹെഡ് റീജിയൻ, സെറിബ്രം ആ റീജിയനിൽ കാണുന്ന, ആന്റീരിയർ റീജിയനിൽ കാണുന്ന ഗാംഗ്ലിയ, അത് കഴിഞ്ഞിട്ട് വരുന്നതിന് പ്ലൂറൽ എന്ന് പറയും. പെഡൽ എന്ന് പറയുമ്പോൾ ഫൂട്ട് റീജിയനിൽ, വിസറ എന്ന് പറയുമ്പോൾ വിസറയിൽ കാണുന്ന ഗാംഗ്ലിയ. സോ അങ്ങനെയാണ് നെർവസ് സിസ്റ്റം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ, ഒരു ലാഡർ ലൈക്ക് ആണ് കേട്ടോ. ലാഡർ ലൈക്ക് നെർവസ് സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. സെൻസ് ഓർഗാൻസ് വരുവാണെങ്കിൽ ഐസ് ഉണ്ട്, ടെൻഡക്കിൾസ്, ഓസ്ട്രീഡിയം ആൻഡ് സ്റ്റാറ്റോസിസ്റ്റ്. ഓസ്ട്രീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീമോ സെൻസറിയാണ്. വാട്ടർ, അത് അക്വാട്ടിക് സ്പീഷീസിലാണ് കാണുന്നത്. ഈ ഓസ്ട്രീഡിയം വാട്ടറിന്റെ ക്വാളിറ്റി, കെമിക്കൽ നേച്ചർ ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുമ്പോൾ ബോഡിയുടെ ഓറിയന്റേഷൻ, ബാലൻസിങ് ഒക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് സെൻസ് ഓർഗാൻസ് ഇതിനകത്തുള്ളത്. റീപ്രൊഡക്ഷൻ, ദർ ഗോണോകോറിക്. ഗോണോകോറിക് എന്ന് പറഞ്ഞാൽ എന്താ? സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ടൈപ്പും ഉണ്ട്, എക്സ്റ്റേണൽ ടൈപ്പും ഉണ്ട്. മോസ്റ്റ്ലി ഓവിപാരസ്. ഓവിപാരസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എഗ് ലൈയിങ് ആണ്. ഇനി ഡെവലപ്മെന്റ് എങ്ങനെയാ? ലാർവ ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. ഡെവലപ്മെന്റ്, ലാർവ ഇല്ലാത്തത് ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം, ലാർവ ഉള്ളത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ലാർവ വെല്ലിഗർ ലാർവയാണ് കണ്ടോ. ലാർവയുടെ പേര് പഠിച്ചു വെച്ചോ, വെല്ലിഗർ. വെല്ലിഗർ ലാർവ. വെല്ലിഗർ ലാർവ ആണ് മൊളസ്കയിലെ ലാർവ. നമ്മൾ അനലിഡയിൽ കണ്ട ലാർവ ഏതായിരുന്നു? ട്രോക്കോഫോർ ലാർവ. ഏതിനായിരുന്നു? നീറിസിന്. ഓക്കെ. ഇതുവരെ 1,10,000 ലിവിങ് സ്പീഷീസിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൊളസ്കയുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈസ് വൈസ് ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ്. തീരെ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളത് മുതൽ ജൈജാൻറ്റിക് ഫോംസ് വരെ ഉണ്ട്. അപ്പം ജൈജാൻറ്റിക് ഫോംസിന്റെ എക്സാമ്പിൾ ജൈന്റ് സ്ക്വിഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജൈന്റ് സ്ക്വിഡ് കണ്ടോ, അതിന്റെ സൈസ് കണ്ടോ? ജൈന്റ് സ്ക്വിഡ് അത്രയും വലിയ, കണ്ടോ, അത്രയും വലിയ മെമ്പേഴ്സ് വരെ ഇതിനകത്ത്. ഇതിന് എത്ര അതിന്റെ പേര് നോക്കി, ആർക്കിട്യൂത്തിസ് ഡെക്സ്. ആർക്കിട്യൂത്തിസ് ഡെക്സ് എത്ര, അതിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കി. നീളം 21 meters വരും അല്ലേ. വെയിറ്റ് ഉണ്ടോ? 250 കിലോഗ്രാം വരെ അത് വെയിറ്റ് വെക്കും. ഈ മൊളസ്കൻ ആണ് കേട്ടോ. ആ സ്ക്വിഡ് വെറൈറ്റി ആണ്. അപ്പൊ നോക്കി അതിന്റെ ഒരു വലിപ്പം. ഇതിന്റെ ഐസിന്റെ വലിപ്പം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫുട്ബോളിന്റെ വലിപ്പം വരും. ആ ജൈന്റ് ആർക്കിട്യൂത്തിസ് ഡെക്സിന്റെ കണ്ണ് നമ്മളൊരു ഫുട്ബോളിന്റെ അത്രയും വലിപ്പം വരും. ഇനി വേറൊരു ജൈന്റ് ആയിട്ടുള്ള ഒരു ക്ലാം ആണ്. ക്ലാം എന്ന് പറയുമ്പോൾ കക്ക ടൈപ്പ്. അത് ജൈന്റ് ക്ലാം. അതിന്റെ ട്രൈഡാക്ന മാക്സിമ എന്ന് പറയും. കേട്ടോ, ട്രൈഡാക്ന മാക്സിമം. നമ്മുടെ ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ കൈ എത്രത്തോളം ഉള്ളായിരുന്നു അതിന്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വയ്ക്കുവാണ്. അതാണ് അതിന്റെ ഒരു വലുപ്പം. അത്രയും വലിയ അടുത്തൊരു ക്ലാം വെറൈറ്റി. അത് എത്രയാ വലിപ്പം വരെ വളരാൻ പറ്റും? 1.5 meter വരെ നീളത്തിൽ ഉണ്ട്. 1.5 meter. അത് ഓർത്ത് നോക്കിയോ, നമ്മൾ കൈ രണ്ടും ഫുൾ സ്ട്രെച്ച് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടി ഇത്തിരൂടെ. പിന്നെ വെയിറ്റ് കണ്ടോ, 270 kilogram വരെ വെയിറ്റ് വയ്ക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ആണ് മൊളസ്കയുടെ. ഈ മൊളസ്കയെ 7 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത് ഹൈമൻ LH ആണ്. ഹൈമാൻ അല്ലേ, പേര് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹൈമാൻ LH ആണ്. 7 ക്ലാസ്സസ് ആണ് മൊളസ്കയിലുള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? മെയിൻലി ബേസ്ഡ് ഓൺ സിമെട്രി ഓഫ് ബോഡി പാർട്ടിന്റെ സിമെട്രി, പിന്നെ ഫൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഷെല്ലിന്റെ പ്രത്യേകത, മാൻഡിലിന്റെ പ്രത്യേകത, റാഡുല, ഗിൽസ്, നെർവസ് സിസ്റ്റം, ഇതെല്ലാം നോക്കിയൊക്കെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ 7 ക്ലാസ്സസ് ഏതാണെന്ന് നോക്കാം. എപ്ലക്കോഫോറ, മോണോപ്ലക്കോഫോറ, ബൈവാൽവിയ, പോളിപ്ലക്കോഫോറ, ഗാസ്ട്രോപോഡ, സിഫലോപോഡ, സ്കാഫോപോഡ. ഇനി നമുക്ക് ഓരോന്നിനെ പഠിക്കണം. ഇത് ഇത്രയാണ് 7 എപ്ലക്കോഫോറ. അത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളതാണ്. മറൈൻ മൊളസ്ക് ആണ്. വിത്തൗട്ട് ഷെല്ലാണ്. കണ്ടോ,
എപ്ലക്കോഫോറ. വേം ലൈക്ക് കണ്ടോ, അങ്ങനത്തെ ഒരു വേം ലൈക്ക് അനിമൽസ് ആണ് ഈ എപ്ലക്കോഫോറ എന്ന് പറയുന്നത്. നമുക്ക് ഹെഡ് എവിടെയാണ്, ഫൂട്ട് ഏതാണ്, മാൻഡിൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം മോസ്റ്റ് പ്രിമിറ്റീവ് ആണ്. ഇതിന്റെ ബോഡി നോക്കിയേ കണ്ടോ, കാൽക്കേറിയസ് പിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, കാൽക്കേറിയസ് പിക്യൂൾസ് ഉണ്ട്. അത് അതിന്റെ ഒരു ഫീച്ചറാണ്. ന്യൂമറസ് കാൽക്കേറിയസ് പിക്യൂൾസ് ഉണ്ട്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിയാൽ വേം ലൈക്ക് ബോഡി ആണല്ലോ, വേം ലൈക്ക് ബോഡി ആണല്ലോ. ബൈലാറ്ററലി സിമെട്രിക്കൽ. ഇങ്ങനെ ഇതിനെ നേരെ എടുത്ത് വെച്ചിട്ട് ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. ഹെഡ് ഏതാന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇത് നോക്കിയിട്ട്? ഭയങ്കര പാടാണ്. പിന്നെ മൂവ്മെന്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. ഇനി ഇത് 2 ഓർഡേഴ്സ് ഉണ്ട് എപ്ലക്കോഫോറ ക്ലാസ്. എപ്ലക്കോഫോറയിൽ കീറ്റോ ഡെർമാറ്റോയിഡ അതെന്ന് പറയുമ്പോഴത്തേക്ക് ബറോവേഴ്സ് ആണ്, തുരന്ന് പോകുന്നവരാണ്. മൈക്രോ ഓർഗാനിസത്തിനെയും ഓർഗാനിക് പാർട്ടിക്കിൾസും ഒക്കെ കഴിക്കുന്നവരാണ് കേട്ടോ. മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഓർഗാനിക് പാർട്ടിക്കിൾസ്, കീറ്റോ ഡെർമാറ്റോയിഡിയ. ഇനി അടുത്ത പറഞ്ഞുകൊണ്ട് നിയോ മെനിയോയിഡിയ. ഇത് പറയുന്നത് ക്രീപ്പിംഗ്, എഴഞ്ഞെഴിഞ്ഞ് പോകുന്നതാണ്. മഡ് സർഫസസിൽ അല്ലെങ്കിൽ നിഡേറിയൻസ് ഉണ്ടല്ലോ, ഈ കോറൽ റീഫ്സ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ നിഡേറിയൻസിന്റെ മുകളിൽ കൂടെ, ഈ കോറലിന്റെ ഒക്കെ മുകളിൽ കൂടെ ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകും. അപ്പം അതിനകത്ത് ഒത്തിരിയും പോളിപ്പുകൾ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നിഡേറിയൻ ഫൈലം പഠിച്ചപ്പോൾ കഴിഞ്ഞ സെമ്മിൽ. അതിനകത്ത് പോളിപ്പിനെയൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യും ഈ നിയോ മിനിയോയിഡിയ കേട്ടോ. അപ്പൊ ഇത് രണ്ടും 2 ഓർഡർ ആണ് എപ്ലക്കോഫോറ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നത്. ഇനി നിയോമിനിയോയിഡിയയിൽ ഈ നിയോമിനിയോയിഡിയെ നമുക്ക് വേറൊരു പേരോട് പറയാം, സൊളിനോഗാസ്റ്റേഴ്സ് എന്ന് കൂടി പറയാം. ഇങ്ങനെ പറയാൻ ഉള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബോഡിയുടെ വെൻട്രൽ സൈഡിൽ ഒരു ലോജിറ്റ്യൂഡിനൽ ചാനൽ ഉണ്ട്. ആ ചാനൽ ഉള്ളത് കൊണ്ടാണ് ഇതിനെ സൊളിനോഗാസ്റ്റേഴ്സ് എന്ന് പറയും. ചാനൽ ഞാൻ ഇനി കാണിക്കാം അതിന്റെ പിക്ചർ. ഡൈജസ്റ്റീവ് ട്രാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്, കാരണം വേം ലൈക്ക് അല്ലായിരുന്നോ, അപ്പൊ സ്ട്രെയിറ്റ് ആണ്. മൗത്ത് ഒരു എൻഡിൽ കാണും, ഏനസ് അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലും കാണും. ബക്കൽ ക്യാവിറ്റിയിൽ സ്പെഷ്യൽ സ്ട്രക്ചർ, റാഡുലയുടെ പിക്ചർ ഞാൻ ഇനി കാണിക്കാം. നെർവസ് സിസ്റ്റം നോക്കുമ്പോഴത്തേക്ക് ലാഡർ ലൈക്ക്, ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ, പെയ്ഡ് ഗാംഗ്ലൂനേറ്റഡ് ലാഡർ ലൈക്ക് കണ്ടില്ലായിരുന്നോ? ഇങ്ങനെ പെയ്ഡ് ഗാംഗ്ലിയാണ് ബോഡിയിൽ, തമ്മിൽ കണക്റ്റീവ്സ് ഉണ്ട്. ഇവർ തമ്മിൽ കണക്റ്റീവ്സ് ലാഡർ ലൈക്ക് ആയിട്ടുള്ള എന്താണ് നെർവസ് സിസ്റ്റം ആണ്. സെക്സ് സെപ്പറേറ്റ് ആണ്, ഗോണോകോറിക് ആണ്. യുണൈറ്റഡ് ടൈപ്പും ഹെർമാഫ്രോഡൈറ്റ് ടൈപ്പും ഉണ്ട് കേട്ടോ. ഇനി അതിന്റെ എക്സാമ്പിൾ നിയോംനിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകണം. നിയോം കണ്ടോ, അതിന്റെ ഒരു അപ്പിയറൻസും അതിന്റെ മൂവ്മെന്റും കാര്യങ്ങളും കണ്ടോ, ഒരു വേം ലൈക്ക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ആ വെൻട്രൽ ഗ്രൂവ് ജസ്റ്റ് ഒന്ന് കാണാൻ കണ്ടോ, അടിയിൽ കണ്ടോ, അടിയിലെ വെൻട്രൽ ഗ്രൂവ് ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഗ്രൂവ് ആണ് കണ്ടേ. ആ വെൻട്രൽ ഗ്രൂവിന്റെ സൈഡിൽ റിഡ്ജ് ഉണ്ട്, ചെറിയൊരു വരമ്പ് പോണക്ക്, ഒരു ചെറിയൊരു ബമ്പ് പോണക്ക് ഒരു സാധനം തിരിയുമ്പോ മതി. തൊയ് നോക്കിക്കേ, ഉണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ആ ഗ്രൂവും അതിന്റെ സൈഡിൽ, അതിന്റെ ആ 2 വശവും ഒരു റിഡ്ജ് പോണക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നിയോംനിയ. ഫ്രീ ലിവിങ് മറൈൻ മൊളസ്ക് ആണ്. അബൈസൽ വെച്ചാൽ ഭയങ്കര ആഴത്തിൽ, കടലിന്റെ ആഴത്തിൽ കാണുന്ന ഒരു മൊളസ്കൻ ആണ്. ഇതിന്റെ ബോഡി വേം ലൈക്ക് ആണ്, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം സിമ്പിൾ, സ്ട്രെയിറ്റ് ആൻഡ് പ്രിമിറ്റീവ് റാഡുല. ബക്കൽ ക്യാവിറ്റിയിൽ റാഡുല ഉണ്ട് കണ്ടോ, ഇതിന്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഇതാണ് റാഡുല കണ്ടോ. ടീത്ത് ഉണ്ട്, ടീത്ത് ഉള്ള റാസ്പിങ് ചൂയിങ് ഓർഗൻ ആണ് റാഡുല എന്ന് പറയുന്നത് കണ്ടോ. ടങ് ലൈക്ക് ആണ്, ടങ് പോണക്കിരിക്കും, പക്ഷെ അതിന്റെ ടീത്തിലാണ്. പ്രിമിറ്റീവ് റാഡുല ഉണ്ട്. അതിന്റെ ഫുഡ് എന്ന് പറയുന്നത് ഇത് കാർണിവോർ ആണ് കേട്ടോ. നിയോംനിയ എന്ന് പറയുന്ന കാർണിവോർ ആണ്. നമ്മുടെ നിഡേറിയയുടെ പോളിപ്പിനെയും ഒക്കെയാണ് അത് കഴിക്കുന്നത്. നമ്മുടെ റാഡുല വെച്ച് ചവച്ച് കഴിക്കും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ കണ്ടോ, പെഡൽ ഗ്രൂവ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെൻട്രൽ സൈഡിൽ ഒരു ചാനൽ ഉണ്ടെന്ന്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ വെൻട്രൽ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു കേട്ടോ, ഒരു സീരിയേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ് വെൻട്രൽ ഗ്രൂവ് വരുന്നുണ്ട് മൗത്തിന്. ഇത് മൗത്താണ് കേട്ടോ. മൗത്തിന്റെ അടുത്ത് നിന്ന് തുടങ്ങി ക്ലോയിക്കൽ അപ്രേച്ചർ, ക്ലോയിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനൽ, അതായത് സെക്സൽസും അതുകൊണ്ട് എക്സ്ക്രീറ്റയും റിലീസ് ചെയ്യാനുള്ള കോമൺ ഓപ്പണിങ്ങിനാണ് ക്ലോയിക്കൽ അപ്രേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? വേസ്റ്റും അതേപോലെ സെക്സൽസും പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന കോമൺ ഓപ്പണിങ് ക്ലോയിക്ക. അപ്പം എന്തായാലും മൗത്തിന്റെ അടുത്ത് നിന്ന് തുടങ്ങി ക്ലോയിക്കയുടെ അടുത്ത് വരെ നീളത്തിലുള്ള ഒരു വെൻട്രൽ ഗ്രൂവ് ഉണ്ട്. അതിനാണ് പെഡൽ ഗ്രൂവ് എന്ന് പറയുന്നത്. അപ്പം
ആ ഗ്രൂവ് കണ്ടപ്പോൾ അതിൻ്റെ ആ രണ്ട് ഇപ്പോൾ ഒരു എന്താ ഇത് വേമാണെങ്കിൽ വെൻട്രൽ സൈഡിൽ ഇവിടെ കാണാം ആ ഗ്രൂവ് അതിൻ്റെ രണ്ട് എൻഡ് അതിൻ്റെ രണ്ട് അരിക് കണ്ട് ഈ അരികും ഒരു റിഡ്ജ് പോലെ ഇരിക്കും കണ്ടോ, ഒരു മടക്കോ ഇത് കണ്ടേ സ്മോൾ ലോജിറ്റ്യൂഡിനൽ സീലിയേറ്റഡ് റിഡ്ജ്, അത് സീലിയേറ്റഡും ആയിരിക്കും, റിഡ്ജ് ഇങ്ങനെ സീലിയേറ്റഡും ആയിരിക്കും. ദാറ്റ് റിപ്രസെന്റ് വെസ്റ്റീജിയൽ ഫുഡ്. അപ്പം വെസ്റ്റീജിയൽ ഉപയോഗിക്കാത്ത ഒരു ഫുഡ്, വെസ്റ്റീജിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ഇറ്റ്സ് നോട്ട് ഫങ്ഷണൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റെസ്പിറേഷൻ എങ്ങനെയാണ്? ത്രൂ ജനറൽ ബോഡി സർഫസ്. ഗിൽസ് ഇവിടെ ആബ്സെന്റ് ആണ്, ഗിൽസ് ഇവിടെ ഇല്ല. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആണ്, പക്ഷേ ഹേർട്ട് ഉണ്ട് വിത്ത് സിംഗിൾ ഓറിക്കിൾ ആണ്. നെർവസ് സിസ്റ്റം നേരത്തെ പറഞ്ഞ കണക്ക് ഡിസ്റ്റിങ് ബ്രെയിനും ഗാംഗ്ലിയ, പെയ്ഡ് ഗാംഗ്ലിയ ഒക്കെ ഉള്ളത്. റീപ്രൊഡക്റ്റീവ് ആസ്പെക്ട്സ് നോക്കിയാൽ ദേ ആർ ഹെർമഫ്രൊഡൈറ്റ്സ് ആണ്, ഉണ്ടോ? അപ്പോൾ നിയോംനിയ എന്ന് പറയുന്നത് ഹെർമഫ്രൊഡൈറ്റ്സ് ആണ്. ഇനി അപ്ലക്കോഫോറൻ സ്ട്രക്ചറിനെ കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാട്, മീൻസ് സയന്റിസ്റ്റിന്റെ വ്യൂ പോയിന്റിൽ ചില മൊളസ്കിന്റെ നോട്ടബിൾ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു വ്യൂ ആണ്. ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഞാനുണ്ടോ, ഫോൾഡ് ഓഫ് ടിഷ്യൂ ഉണ്ട് വെൻട്രൽ ഗ്രൂവ് എന്ന് പറയുന്നത്, അതായത് ആ ഗ്രൂവിന്റെ രണ്ട് വശത്തായിട്ടുള്ള ഈ ഗ്രൂവിന്റെ രണ്ട് വശത്ത് അതിന്റെ രണ്ട് അരികിൽ അവിടെ സീലിയേറ്റഡ് ആയിട്ടുള്ള റിഡ്ജ്, അതെന്ന് പറയുന്നത് വെസ്റ്റീജിയൽ ഫൂട്ടാണ് എന്ന് പറയുന്നു ഒരു വ്യൂ. ഇനി എന്നിട്ട് പറയും പോസ്റ്റീരിയർ സ്പേസ് ആൻഡ് ദ നാരോ സ്പേസ് ഓൺ എയ്തർ സൈഡ്. ഇതിന്റെ ഇടയ്ക്കുള്ള നാരോ സ്പേസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഫൂട്ടിന്റെ രണ്ട് സൈഡിലുള്ള നാരോ സ്പേസ് എന്ന് പറയുന്നത് മാൻഡിൽ ക്യാവിറ്റി ആണ്. അപ്പം ഇതിന് ഉള്ളിൽ കൂടെ കയറുകയാണെങ്കിൽ എന്താണ്, ചെറിയ വിസറൽ മാസിന്റെ ഇടയ്ക്ക് ഒരു നാരോ സ്പേസ് ഉണ്ട്, അത് മാൻഡിൽ ക്യാവിറ്റി എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം ഈ ഒരു ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച്. പിന്നെ അത് നമുക്ക് സ്പിക്യൂൾസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നല്ലോ, സ്പിക്യൂൾസ് ബോഡിയിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന ആ സ്പിക്യൂൾസ് എന്ന് പറയുന്നത് മാൻഡിലാണ് എന്ന്. ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഇതിനെക്കുറിച്ച്. കാരണം മൊളസ്കയുടെ ഫീച്ചേഴ്സ് ആണല്ലോ ഫൂട്ട്, മാൻഡിൽ ക്യാവിറ്റി, മാൻഡിൽ, അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ആണ് ഇവർ ഈ ഒരു വ്യൂ അനുസരിച്ച് പറഞ്ഞു വരുന്നത്. എന്നാൽ സെക്കൻഡ് വ്യൂ പറയുന്നത് അപ്ലോക്കോഫോറൻ ഇതിന് ഡിസ്റ്റിങ്ക്റ്റ് ഫൂട്ടും മാൻഡിലും ഒന്നും ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കും എ ഇവിടെ വന്നത്, ആബ്സെന്റ് ഡിസ്റ്റിങ് ഫൂട്ട് ആൻഡ് മാൻഡിൽ. എന്തായാലും നമുക്കത് ജസ്റ്റ് ആ ഒരു രണ്ട് പെർസ്പെക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. താങ്ക് യു. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവും. എപ്ലക്കോഫോറ കഴിഞ്ഞിട്ട് മോണോപ്ലക്കോഫോറ. ഓക്കെ, താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in the Benz.